ഷൈജ നമസ്കാരം. നമസ്കാരം. ഈ സഭാ ചരിത്രം ഞങ്ങൾ അവതരിപ്പിച്ചത് കേട്ടിരുന്നല്ലോ, അതിനകത്ത് കുഴപ്പമൊന്നുമില്ല സാർ? ഒരു കുഴപ്പമില്ലായിരുന്നു. വളരെ ഭംഗിയായിട്ട് ആ കാര്യങ്ങൾ അവതരിപ്പിക്കുവാൻ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് സഹായിച്ചു. ദൈവനെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. പഴയ ഹിസ്റ്ററിയിലോട്ടൊക്കെ പോകാൻ തക്കണം പ്രിയപ്പെട്ടവർക്ക് കൊടുത്ത സാവകാശത്തിനായിട്ട് ഞാൻ ദൈവത്തിന് നന്ദിയുടെ സ്തോത്രം ചെയ്യുന്നു. അവർ മാത്രമല്ല, നാമും ഈ കാര്യങ്ങളൊക്കെ അറിയണം, പഴയ ചരിത്രങ്ങൾ അറിഞ്ഞിരിക്കണം. എന്നിരുന്നാൽ മാത്രമേ നമുക്ക് ആ കാര്യങ്ങൾ കൂടുതൽ ഗൗരവത്തോടെ എടുക്കുവാനും, എന്തുമാത്രം കഷ്ടപ്പാടും പ്രയാസങ്ങളും അനുഭവിച്ചാണ് ആ കാലഘട്ടത്തിലെ വിശ്വാസികൾ ഈ ഒറിജിനൽ വിശ്വാസം അല്ലെങ്കിൽ കർത്താവ് നമുക്ക് തന്ന ഉപദേശം മുറുകെ പിടിക്കുവാൻ കൊണ്ട് അവർ എന്തുമാത്രം വില കൊടുത്തു എന്ന് നാം മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് അതിനകത്ത് ഒരു ഗൗരവം ഉണ്ടാകുകയുള്ളൂ. അതുകൊണ്ട് എല്ലാ പ്രിയപ്പെട്ടവരും ഈ ചരിത്രങ്ങളൊക്കെ ഒന്ന് വായിക്കുന്നത് വളരെ നല്ലതാണ്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയുള്ള പ്രോഗ്രാം നിങ്ങൾ സംഘടിപ്പിക്കണം. അതെല്ലാവർക്കും പ്രയോജനകരമായിരിക്കും. തീർച്ചയായിട്ടും. പക്ഷെ ഞങ്ങൾക്ക് ചില സംശയങ്ങളുണ്ട്. സംശയങ്ങൾ വളരെ ബേസിക് ആയിരിക്കുന്ന ചോദ്യങ്ങളാണ്. ഒരുപക്ഷെ ഇവിടെ ഇരിക്കുന്നവർക്ക് അതിന്റെ ഉത്തരങ്ങൾ അറിയാനിരിക്കുമെങ്കിലും ഞങ്ങളുടെ ഒന്നും കൂടി ഞങ്ങൾക്കൊന്ന് അത് ഓർമ്മപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് മാത്രമാണ് ഈ ചോദ്യങ്ങൾ ഞങ്ങൾ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്. ഞങ്ങൾ ഈ BCCയിൽ മാത്രം നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 25 അസംബ്ലികൾ, 13-ലധികം തരത്തിലുള്ളതായിരിക്കുന്ന ചർച്ചുകളും അങ്ങനെ ഒത്തിരി അസംബ്ലികളുണ്ട്. ഒരു വ്യക്തി ഒരു കർത്താവിനെ അറിഞ്ഞ് ഒരു സഭയിലേക്ക് പോകണമെന്ന് ആഗ്രഹിക്കുമ്പോൾ അവർ എങ്ങനെയാണ് ഒരു ചർച്ചിലേക്ക് കടന്നത്, അല്ലെങ്കിൽ ഏതൊരു ചർച്ചിലേക്കാണ് അവർ പോകേണ്ടത്? ഒരു വ്യക്തി ഒരു സഭ തിരഞ്ഞെടുക്കുമ്പോൾ, നമ്മൾ ആ സഭയുടെ മെമ്പർ ആകുമ്പോൾ അവരറിയാതെ ചെയ്തു പോകുന്ന ഒരു കാര്യമുണ്ട്. ആ സഭയുടെ വിശ്വാസ പ്രമാണങ്ങളെ പൂർണ്ണമായിട്ട് അവർ അംഗീകരിച്ചുകൊണ്ട് മാത്രമേ ഒരാൾക്ക് ഒരു സഭയിൽ തുടരാനുള്ള സാധിക്കൂ. അപ്പോസ്തല പ്രവൃത്തിയിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്, അവർ ഐക്യബന്ധപ്പെട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്തത്. പല പ്രാവശ്യം ആ വാക്ക് "they in one accord" എന്നുള്ള വാക്ക് പല പ്രാവശ്യം അതിനകത്ത് പറയുന്നുണ്ട്. അപ്പം നമുക്ക് വിശ്വാസമില്ലാത്ത ചില കാര്യങ്ങൾ ചെയ്യുന്ന സഭയിൽ നമുക്ക് ഒരിക്കലും പോയി ഒരു അംഗമായിട്ട് ഇരിക്കാൻ സാധിക്കില്ല. നമ്മ അവിടെ ചെന്ന് അവരുമായിട്ട് കൂട്ടായ്മ എടുക്കുമ്പോൾ തീർച്ചയായിട്ടും നാം ആ വിശ്വാസ പ്രമാണങ്ങളെല്ലാം അംഗീകരിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഒരിക്കലും അങ്ങനെയുള്ള സഭകളിൽ പോകാനായിട്ട് നമുക്ക് അനുവാദമില്ല. ആ സഭ എങ്ങനെയുള്ളതാണെന്ന് നാം വ്യക്തമായിട്ട് മനസ്സിലാക്കണം. ഒന്നാമതായിട്ട് അത് ദൈവവചനപ്രകാരം നടക്കുന്ന ഒരു സഭയാണോ എന്ന് നാം മനസ്സിലാക്കണം. ദൈവഹിതത്തിനും ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിലും നടക്കുന്ന സഭകളിലാണ് ദൈവമക്കൾ കൂടേണ്ടത്. അത് മനസ്സിലാകണമെങ്കിൽ തീർച്ചയായിട്ടും നാം ദൈവവചനം പഠിച്ചേ മതിയാവൂ. ദൈവവചനത്തിലെ ബേസിക് ഡോക്ട്രിൻസ് അല്ലെങ്കിൽ ബേസിക് ഉപദേശങ്ങൾ നാം വായിച്ച് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ ഈ സഭ ദൈവവചന പ്രകാരമാണോ നടക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാകുകയുള്ളൂ. രണ്ടാമതായിട്ട് നാം അറിഞ്ഞിരിക്കേണ്ടത് അത് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടവരുടെ ഒരു കൂട്ടമാണോ എന്ന് നാം മനസ്സിലാക്കണം. സഭ എന്നുള്ള വാക്കിന്റെ അർത്ഥം തന്നെ അതാണ്, രക്ഷിക്കപ്പെട്ട് അല്ലെങ്കിൽ വിളിച്ചു വേർതിരിച്ചവരുടെ കൂട്ടം എന്നാണ് അസംബ്ലി എന്നുള്ള വാക്കിന്റെ അർത്ഥം. അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു സഭയായിരിക്കണം നാം തിരഞ്ഞെടുക്കുന്നത്. മുഴുകൽ സ്നാനം, അതോടുകൂടി ചേർത്ത് പറയേണ്ട ത്രിയേക ദൈവത്തിന്റെ നാമത്തിലുള്ള സ്നാനം. ഇന്ന് ചില സഭകളിൽ യേശുക്രിസ്തുവിന്റെ മാത്രം നാമത്തിൽ സ്നാനപ്പെടുത്തുന്നവരുണ്ട്. അങ്ങനെയുള്ള സഭകളൊക്കെ നാം മനസ്സിലാക്കണമെങ്കിൽ അവരുടെ സ്നാനശുശ്രൂഷ കാണണം, അല്ലെങ്കിൽ അത് കണ്ട് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ ഇത് എങ്ങനെയുള്ള സഭയാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ കൊണ്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ആ കാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ട ആവശ്യമാണ്. ദൈവവചനമായിരിക്കണം ആ സഭയുടെ നിയമാവലി. സഭയിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്താലും അവിടെ ശിക്ഷണ നടപടികളാണെങ്കിൽ തന്നെ, അല്ലെങ്കിൽ മറ്റ് പ്രൊസീജിയേഴ്സ്, ഏത് കാര്യങ്ങൾ അവിടെ പഠിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാകണം. അത് ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം എന്നുള്ളത് വ്യക്തമായിട്ട് നാം മനസ്സിലാക്കണം. ബെരോയയിലെ യഹൂദന്മാരെ പറ്റി നാം വായിക്കുന്നുണ്ട്. അവർ വചനം കേൾക്ക് മാത്രമല്ല ചെയ്തത്, അതങ്ങനെ തന്നെയോ എന്ന് അവർ പരിശോധിച്ചിട്ടാണ് അവർ വിശ്വസിച്ചത്. പലപ്പോഴും എല്ലാവരും പ്രസംഗിക്കാറുണ്ട് ബെരോവയിലെ വിശ്വാസികൾ എന്ന് പറയാറുണ്ട്. പക്ഷെ അവർ വിശ്വാസത്തിലേക്ക് വരുന്നതിന് മുമ്പ് യഹൂദന്മാരെന്നാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ബെരോവയിലെ യഹൂദന്മാർ ദൈവവചനം കേട്ടു, അതങ്ങനെ തന്നെയോ എന്നും പരിശോധിച്ച ശേഷം അവർ ആ വിശ്വാസം സ്വീകരിച്ചു. അപ്പോൾ നാമും അങ്ങനെ തന്നെ ആയിരിക്കണം ചെയ്യുന്നത്. നാം കേട്ട് വെറുതെ കേൾക്കുന്ന മുഴുവനും നാം ഈ കാലഘട്ടത്തിൽ വളരെയധികം മെസ്സേജുകളാണ് ഇന്റർനെറ്റിൽ കൂടി ഇങ്ങനെ ഒഴുകി ഇറങ്ങുന്നത്. നമുക്ക് എപ്പം ഫോൺ എടുത്ത് തുറന്നാൽ തന്നെ ഇഷ്ടംപോലെ മെസ്സേജുകൾ വരും. ഇത് ആരാണ് പറയുന്നത് ശരിയാണോ എന്നുള്ള കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കണമെങ്കിൽ
ദൈവവചനം പരിശോധിക്കണം. നാം പരിശോധിക്കണമെങ്കിൽ അത് നമ്മൾ വായിക്കണം, ഡെയിലി വായിക്കണം, പ്രാർത്ഥിക്കണം. പ്രാർത്ഥിച്ചാൽ മാത്രമേ അതിനകത്തുള്ള അർത്ഥങ്ങൾ നമുക്ക് മനസ്സിലാകുവാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ ആ സഭ അതിലെ അംഗങ്ങളുടെ ആത്മീയ വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങൾ നാം വളരെ ശ്രദ്ധിക്കണം. സഭയുടെ പേര് ഒരിക്കലും നോക്കി നാം ഒരു സഭയിൽ പോവല്ല. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നമ്മൾ ബ്രദർ അസംബ്ലിയെ പറ്റി പറഞ്ഞു. ബ്രദറൻ ചർച്ച് ബ്രദറൻ ചർച്ച് എന്നും പറഞ്ഞു വേറൊരു അസംബ്ലി, വേറൊരു ഡിനോമിനേഷൻ ഉണ്ട്. അതുപോലെ തന്നെ ചർച്ച് ഓഫ് ദി ബ്രദറൻ എന്ന് പറയുന്ന വേറൊരു കൂട്ടരുണ്ട്. അതുകൊണ്ട് നാം ഒരിക്കലും ബ്രദറൻ എന്നുള്ള ബോർഡ് കണ്ടൊരിക്കലും ഒരു സഭയിലും കയറി ചെന്ന് അതിന്റെ അംഗമാകല്ല. നാം പ്രത്യേകിച്ച് ഈ നാടുകളിലെല്ലാം ഈ വെസ്റ്റിലോട്ട് പോയി കഴിഞ്ഞാൽ, വെസ്റ്റേൺ കൺട്രീസിലോട്ട് പോയി കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള സഭകൾ വളരെയധികമുണ്ട്. ഇപ്പൊ നമ്മുടെ നാട്ടിൽ തന്നെ പല അസംബ്ലികളും ബ്രദറൻ പാറ്റേൺ ആണെന്ന് പറഞ്ഞ് നടത്തും. പക്ഷേ അവിടെയുള്ള പല കാര്യങ്ങളും നാം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ബൈബിളിന് യോജിക്കാത്ത വിധത്തിലുള്ള പല കാര്യങ്ങളും അവിടെ നടക്കുന്ന കാര്യം, ഒരു ചെറിയ ഡീവിയേഷൻ പോലും നാം അതിനകത്ത് അനുവദിക്കരുത്. നാം ഒരു കാര്യത്തിൽ വിട്ടുവീഴ്ച നടത്തിയാൽ പിന്നെ അടുത്ത വിട്ടുവീഴ്ചയ്ക്ക് നാം വഴങ്ങിക്കൊടുക്കേണ്ടി വരും. അതുകൊണ്ടാണ് ബ്രദർ അസംബ്ലീസ് വളരെ സ്ട്രിക്റ്റ് ആയിട്ട് ആ കാര്യങ്ങൾ ചെയ്യുന്നത്. പലർക്കും അതിനകത്ത് സഹിഷ്ണുതയൊക്കെ ഉണ്ടാകും. ചില കാര്യങ്ങൾ നാം കാലങ്ങൾ പുരോഗമിക്കുന്തോറും നാം പുതിയ യുഗത്തിലാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് നാം ചില വിട്ടുവീഴ്ചകൾ ചെയ്യണമെന്ന് പറയുന്നത് ശരിയല്ല. ദൈവജനത്തോടാണ് നാം കൂറ് കാണിക്കേണ്ടത്. അതുപോലെ തന്നെ വേറൊരു കാര്യം, മ്യൂസിക് അല്ലെങ്കിൽ ഭാഷയുടെ കാര്യങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളുടെ പുറകെ നാം ഒരിക്കലും പോകരുത്. അങ്ങനെയുള്ള സഭകളിൽ പല കാര്യത്തിലും ചിലപ്പോൾ ഒരുപക്ഷെ നമ്മുടെ യുവാക്കന്മാർക്കൊക്കെ ആ കാര്യത്തിൽ ഇൻട്രസ്റ്റ്, താല്പര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. പക്ഷെ അതൊന്നും ആയിരിക്കരുത് നമ്മുടെ അത് ഉള്ളത് കുഴപ്പമൊന്നുമില്ല. മ്യൂസിക്കിനകത്ത് അല്പം ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് ഒരു കുഴപ്പവുമില്ല. പക്ഷെ അത് ആയിരിക്കരുത് നമ്മളുടെ സഭ തിരഞ്ഞെടുക്കുന്നതിന്റെ മാനദണ്ഡം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ വളരെ പ്രത്യേകിച്ച് നാം ശ്രദ്ധിക്കുകയും ഇതിനൊക്കെ അടിസ്ഥാനമായിട്ട് ദൈവവചനം നാം നിരന്തരം വായിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യണം. അറിയാൻ വയ്യാത്തവരും മറ്റൊരു നമുക്ക് ഇവിടെ മൗസിന്റെ കോഴ്സുകളുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ ഡോക്ടറിൻ പഠിച്ചെടുക്കാൻ എന്ത് ഗുണം സാധിക്കും. തീർച്ചയായിട്ടും ദൈവവചന പ്രകാരം അതെല്ലാം വളരെ വ്യക്തമാണ് ദൈവവചനത്തിൽ എന്നുള്ളത് നമ്മൾ കേട്ടു. ഈ പറഞ്ഞതായിരിക്കുന്ന ക്രൈറ്റീരിയയിലൂടെയാണോ നമ്മളായിരിക്കുന്ന, അല്ലെങ്കിൽ നേരത്തെ സഭ ചരിത്രത്തിൽ പറഞ്ഞു ഒരു 1825 ഡബ്ലിനിലൊക്കെ പ്ലിമത്തിലൊക്കെ തുടങ്ങിയായിരിക്കുന്ന ഒരു ബ്രദറൻ സമൂഹം, ഈ ദൈവവചന പ്രകാരം തന്നെയാണോ ഈ ബ്രദറൻ സമൂഹം പോകുന്നത്? ബ്രദറൻ സഭകൾ അതിന്റെ അടിസ്ഥാനത്തിലാണ് തുടങ്ങിയത്. അതിലെ ഒറിജിനൽ ലീഡേഴ്സ് JNDRP മുതലായവരൊക്കെ CSI അല്ലെങ്കിൽ ചർച്ച് ഓഫ് ഇംഗ്ലണ്ടിന്റെ ബാക്ക്ഗ്രൗണ്ടിലൊക്കെ ഉണ്ടായിരുന്നവരാണ്. അവരൊക്കെ അവിടെ ദൈവവചനം പഠിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് തെറ്റാണെന്ന് മനസ്സിലായി ഇതിലും കുറച്ചുകൂടെ ഇമ്പ്രൂവ് ചെയ്യാൻ എന്തൊക്കെ അവരെ ദൈവം സഹായിച്ചു. മാർട്ടിൻ ലൂതറിന്റെ കാര്യം കേട്ടു. ദൈവം മാർട്ടിൻ ലൂതറിനെ വിളിച്ചു എങ്കിലും എല്ലാ കാര്യങ്ങളും വെളിപ്പെടുത്തി കൊടുത്തില്ല. ആ കാര്യത്ത് അദ്ദേഹത്തിന്റെ കാലത്ത് ശിശുസ്നാനവും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ കാലഘട്ടം അടുത്ത വെസ്ലിയെ വിളിച്ചപ്പോൾ കുറച്ചുകൂടെ ഇമ്പ്രൂവ്മെന്റ് വന്നു. അത് കഴിഞ്ഞിട്ടാണ് JNDRP അങ്ങനെയുള്ള ആളുകളെ വിളിക്കുകയും അതിൽ കൂടെ കുറച്ചുകൂടെ റിഫൈൻഡ് ആയിട്ട് പ്യുവർ വേർഡ് ഓഫ് ഗോഡിന്റെ പ്യൂരിറ്റിയിലോട്ട് വരുവാൻ തരണം അവരെ ദൈവം സഹായിച്ചു. അത് അവരാരും അത്ര പഠിപ്പില്ലാത്തവരൊന്നും അല്ലാതെ വളരെയധികം പഠിപ്പുള്ള, ആ കാലഘട്ടത്തിൽ ഏറ്റവും അധികം പഠിപ്പുള്ള വ്യക്തികളായിരുന്നു ഡോക്ടേഴ്സ് അല്ലെങ്കിൽ പ്രൊഫസേഴ്സ്. അങ്ങനെയുള്ളവരാണ്. അവർ വചനം പഠിച്ചിട്ട് അതിന്റെ ഫലമായിട്ടാണ് ഈ സഭ ഇങ്ങനെ ഉണ്ടാകുവാൻ ഇടയായി തീർന്നത്. എന്നിരുന്നാൽ തന്നെ ഒരു കാര്യം പറയാനുള്ളത്, നമ്മുടെ അസംബ്ലീസ് ഒക്കെ ഓട്ടോണമസ് ആണ്, അല്ലെങ്കിൽ സ്വയം ഭരണാവകാശമുള്ള. നമുക്കൊരു കേന്ദ്രമോ അല്ലെങ്കിൽ നമുക്കൊരു എഴുതപ്പെട്ട കാനനോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഇതെല്ലാം ബൈബിളിന്റെ അടിസ്ഥാനത്തിൽ പോകുന്നെങ്കിലും ഓരോ സ്ഥലത്തും ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ നടത്തിപ്പിനകത്ത് കാണും. ബൈബിളിന്റെ ഉപദേശത്തിലല്ല, നടത്തിപ്പിനകത്ത് ചില ചെറിയ വ്യത്യാസങ്ങൾ പല സ്ഥലത്തും കാണുവാൻ സാധിക്കും. ഫോർ എക്സാമ്പിൾ, നാം ഇവിടെ നമുക്ക് തുടങ്ങുന്നത് ഒരു സങ്കീർത്തനം വായിച്ച് എല്ലാവരും എഴുന്നേറ്റ് നിന്ന് സങ്കീർത്തനം വായിച്ചിട്ടാണ് തുടങ്ങുന്നത്. എന്നാൽ പണ്ട് ഞാനായിരിക്കുന്ന എൻ്റെ മാതൃസഭയായിരിക്കുന്ന അയ്മനത്ത് അങ്ങനെ തന്നെ ആയിരുന്നു. എന്നാൽ കഴിഞ്ഞ ചില വർഷങ്ങളായിട്ട് അവിടെ അതിനൊരു മാറ്റം വരുത്തി. അവർ സങ്കീർത്തനം വായിക്കത്തില്ല. അതിന് പകരം വെൽക്കം ചെയ്യുന്ന ആളൊരു വേദഭാഗം വായിച്ചിട്ട് അതിനകത്തുനിന്ന് ഒരു ചിന്ത പറഞ്ഞിട്ടിരിക്കുകയാണ്. ആരും എഴുന്നേറ്റ് നിൽക്കാറില്ല. ഇതൊക്കെയാണ് ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ എന്ന് പറയുന്നത്.
അത് 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 അങ്ങനെയുള്ള വ്യത്യാസങ്ങളല്ലാതെ ബേസിക്കലി ഈ ദൈവജനത്തോട് വളരെ കൂറ് ഉള്ള സഭകളാണ് ബ്രദറൻ സഭകൾ. അതിനകത്ത് ഒരു യാതൊരു വിട്ടുവീഴ്ചയും ചെയ്യാറില്ല. ഓക്കെ, അപ്പോൾ അത് വളരെ വ്യക്തമായി. പക്ഷെ എന്നിരുന്നാലും ഇപ്പൊ ഞാൻ ഒരു പഠിക്കുവാനായിട്ടോ അല്ലെങ്കിൽ ജോലിക്കായിട്ടോ നമ്മുടെ ആയിരുന്ന ഒരു ബ്രദറൻ സ്ഥലം സഭയിൽ ഉണ്ടായിരുന്നു. അതിനുശേഷം പഠിക്കുവാനായിട്ടോ ജോലിക്കായിട്ടോ ഞാൻ വേറൊരു സ്ഥലത്തേക്ക് പോവുകയാണ്. അവിടെ എനിക്ക് അടുത്ത് എന്റെ ജോലിയുടെ അടുത്തോ അല്ലെങ്കിൽ കോളേജിന്റെ അടുത്തോ ഈ ഒരു ബ്രദറൻ ഇങ്ങനെയൊരു ഇതില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് വേറൊരു അസംബ്ലി അല്ലെങ്കിൽ വേറൊരു സഭയിൽ പോകുന്നത് അത് ശരിയാണ്? വാസ്തവത്തിൽ നാം അങ്ങനെ ഒരു കാര്യം തിരഞ്ഞെടുക്കുന്നതിന് മുമ്പ് നമ്മുടെ കുട്ടികളെ മറ്റു സ്ഥലത്ത് വിടുകയോ അല്ലെങ്കിൽ നാം വേറെ ജോലിക്കായിട്ട് ഒരു സ്ഥലത്ത് പോകുന്നതിന് മുമ്പായിട്ട് ആ സ്ഥലത്ത് നാം ആയിരിക്കുന്ന സഭയുടെ അതേ പാറ്റേണിലുള്ള സഭയുണ്ടോ എന്ന് നാം ആദ്യമായി അന്വേഷിക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ നാം ആ സ്ഥലത്ത് നമ്മുടെ കുട്ടികളെ വിടുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അതിന് മാതൃക കാണിച്ച പല സഹോദരന്മാരുടെ ഇരിപ്പുണ്ട്. അത് നാം കഴിഞ്ഞ കാലങ്ങളിലെ സാക്ഷ്യങ്ങൾ കൂടി നാം കേട്ടാണ് പല സഹോദരന്മാരും നമുക്ക് അതിനകത്ത് അഭിമാനിക്കാൻ തക്കവണ്ണം അവരെ കൊണ്ട് അവിടെ അസംബ്ലിയിലാക്കിയിട്ട് വന്ന ചില സഹോദരന്മാർ ഇവിടെ ഇരിപ്പുണ്ട്. ഞാൻ ആരുടെയും പേര് പറയുന്നില്ല. ആ മാതൃക നാം പിൻപറ്റണം. നാം ഒരിടത്ത് നമുക്ക് ജോലിയും മറ്റ് അഡ്മിഷനും ഒക്കെ നമുക്ക് ദൈവമാണ് തരുന്നത്. അങ്ങനെയാണ് തീർച്ചയായിട്ടും നമുക്ക് അവർക്ക് ആരാധിക്കാനുള്ള സാവകാശം, ശരിയായ രീതിയിൽ ദൈവത്തെ ആരാധിക്കാനുള്ള സാവകാശമുള്ള സ്ഥലത്ത് തന്നെ അത് ലഭ്യമാക്കുവാനെ കൊണ്ട് ദൈവത്തിന് സാധിക്കും. അതുകൊണ്ട് നാം ആ ഒരു ആഗ്രഹത്തിൽ വേണം മുന്നോട്ട് പോവുക. അങ്ങനെയാണെങ്കിൽ ഒരു വ്യക്തി എങ്ങനെയാണ് ഒരു സഭയുടെ അംഗമായി തീരുന്നത്? അങ്ങനത്തെ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ രജിസ്ട്രേഷനോ അങ്ങനെ എന്തെങ്കിലും ആണോ? എങ്ങനെയാ ഒരാൾ അംഗമായി തീരുന്നത്? പല സഭകൾക്കും രജിസ്ട്രേഷൻ ഉണ്ട്, അല്ലെങ്കിൽ മെമ്പർഷിപ്പ് എന്ന് പറയുന്ന ഒരു പ്രൊസീജിയർ ഉണ്ട്. അതിനകത്ത് ചില സഭകളിലൊക്കെ ഇന്റർവ്യൂ, പ്രത്യേകിച്ച് ഇവാഞ്ചലിക്കൽ അല്ലെങ്കിൽ ബാപ്റ്റിസ്റ്റ് ചർച്ചുകളിലൊക്കെ ഒന്നുകിൽ അത് ഒരു ഇന്റർവ്യൂ ആയിരിക്കും, അല്ലെങ്കിൽ ഒരു ബാക്ക്ഗ്രൗണ്ട് ചെക്ക് ആയിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ ചില സഭകളൊക്കെ വീണ്ടും സ്നാനപ്പെടുത്തിയാണ്. ഇപ്പൊ നാം തിരിഞ്ഞ് മാർത്തമയ സഭയിലോട്ട് പോകണേ, അവർ നമ്മൾ വീണ്ടും സ്നാനപ്പെടുത്തിയിട്ട് അവിടെ എടുക്കത്തുള്ളൂ. നമ്മുടെ സ്നാനം അവർ അംഗീകരിക്കുന്നില്ല. അങ്ങനെയുള്ള പല പ്രൊസീജിയേഴ്സും പല സഭകളുണ്ട്. എന്നാൽ ബ്രദറൻ അസംബ്ലിക്ക് ഇങ്ങനെയുള്ള പ്രൊസീജിയർ അല്ല ഉള്ളത്. നാം പുതിയ ഒരു വ്യക്തി നമ്മുടെ സഭയിലേക്ക് കടന്നു വന്നാൽ അദ്ദേഹം എവിടെ കൂടിയിരുന്നു, ഇതിനു മുമ്പ് എവിടെയാണ് കൂടിയിരുന്നതെന്ന് നാം വ്യക്തമായിട്ട് അന്വേഷിക്കും. അദ്ദേഹത്തിന്റെയോ അല്ലെങ്കിൽ ആ സഭയിലെ മറ്റു വ്യക്തികളുടെയോ സാക്ഷ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് നാം ഒരാളെ പുതുതായിട്ട് സഭയിലേക്ക് സ്വീകരിക്കുന്നത്. അങ്ങനെയുള്ളവര് രക്ഷിക്കപ്പെട്ടവരായിരിക്കണം, സ്നാനപ്പെട്ടവരായിരിക്കണം, ത്രിയേക ദൈവത്തിന്റെ നാമത്തിൽ മുഴുവൻ സ്നാനമേറ്റവരായിരിക്കണം. അങ്ങനെയുള്ളവരെ മാത്രമാണ് ബ്രദറൻ സഭയിലേക്ക് നാം അക്സെപ്റ്റ് ചെയ്യുന്നത്. ഇങ്ങനെ ഈ ഉള്ളായിരിക്കുന്ന ഈ ബ്രദറൻ സഭയിൽ നിർബന്ധമായിട്ടും വചനപ്രകാരം ചെയ്തു പോകുന്നതായിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? നമുക്ക് മറ്റുള്ളവരുമായിട്ട് പ്രത്യേക വളരെ നിർബന്ധമുള്ള ചില കാര്യങ്ങളുണ്ട്. അതിലൊന്ന്, എല്ലാ സൺഡേയിലും നാം കർത്തൃമേശ ആചരിക്കും. ഈ കാര്യത്തെ പറ്റി ചില മാസങ്ങൾക്ക് മുമ്പ് ഡോക്ടർ ജെറി ജോർജ് ഇവിടെ വന്നപ്പോൾ വളരെ വ്യക്തമായിട്ട് നമുക്ക് ക്ലാസ് എടുത്തതാണ്. എങ്കിലും ഇപ്പോൾ ചോദിച്ചുകൊണ്ട് ഞാനത് വീണ്ടും റിപ്പീറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. എല്ലാ സൺഡേയിലും നമുക്ക് ബ്രേക്കിംഗ് ഓഫ് ദ ബ്രെഡ് അല്ലെങ്കിൽ കർത്താവിൻ്റെ അത്താഴം അത് ആചരിക്കണം. അത് ഓർത്ത് കർത്താവിനെ ആചരിച്ചുകൊണ്ട് കർത്താവിനെ ഓർക്കുകയും കർത്താവിനെ മഹത്വപ്പെടുത്തുകയും ചെയ്യണം. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യത്യാസം. പിന്നെ രണ്ടാമതായിട്ട് പറയാനുള്ളത്, ദേ പെർമിറ്റ് ഓൺലി ബോൺ അഗെയിൻ ആൻഡ് ബാപ്റ്റൈസ്ഡ് ബിലീവേഴ്സ്. അത് മേശയിൽ പങ്കെടുക്കാനായിട്ട് രക്ഷിക്കപ്പെട്ടവർ മാത്രമല്ല, സ്നാനപ്പെട്ടവരും ആയിരിക്കണം. അതാണ് ഒരു രണ്ടാമതായിട്ടുള്ള വ്യത്യാസം. പിന്നെ മറ്റൊരു വ്യത്യാസം, നമുക്ക് അച്ഛന്മാരോ പട്ടക്കാരോ ആരുമില്ല. നാം കുറച്ചു മുമ്പേ കേട്ടു നിക്കലോവിയരുടെ നടപ്പിനെ പറ്റി. ആദ്യത്തെ സഭയിൽ അതൊരു നടപ്പായിരുന്നു. മൂന്നാമത്തെ സഭയിൽ വന്നപ്പോഴത്തേക്ക് അത് ഉപദേശമായിട്ട് മാറിക്കഴിഞ്ഞു. ആ നിക്കലോവിയരുടെ നടപ്പ് അല്ലെങ്കിൽ ഉപദേശം എന്ന് പറയുന്നത് പട്ടത്വത്തെ പറ്റിയാണ്. പട്ടത്വം അല്ലെങ്കിൽ പുരോഹിതന്മാർ, അങ്ങനെ ഉള്ള ദുരുപദേശങ്ങളാണ് സഭയിൽ കയറി വന്നത്. അവരുടെ കീഴിലായിപ്പോയി. ഇപ്പോൾ നമുക്കറിയാം പല സഭകളിലും പുരോഹിതന്മാരാണ്. ന്യൂ ടെസ്റ്റ്മെന്റ് പാറ്റേൺ ചർച്ച് എന്ന് പറയുമെങ്കിൽ തന്നെ ചില പുരോഹിതന്മാരുടെ അല്ലെങ്കിൽ ചില പാസ്റ്റർമാരുടെ കയ്യിലാണ് കാര്യങ്ങളെല്ലാം ഒതുങ്ങുന്നത്. നമുക്ക് അങ്ങനെയുള്ള സിസ്റ്റം അല്ല. നമുക്ക് ക്ലർജി ഇല്ല, നമുക്ക് ഓർഡിനേഷൻ ഇല്ല. നമ്മുടെ ഉപദേശിമാരെയോ അല്ലെങ്കിൽ മൂപ്പന്മാരെയോ ആരും കൈവച്ച് ആക്കുന്നില്ല. നമ്മുടെ സുവിശേഷന്മാരെ അങ്ങനെയല്ല തിരഞ്ഞെടുക്കുന്നത്. പിന്നീടുള്ള ഒരു വ്യത്യാസം, നമുക്ക് ഫുൾ ടൈം ഇവാഞ്ചലിസ്റ്റ് ഉണ്ട്, മിഷണറി ഉണ്ട്,
ബൈബിൾ ടീച്ചേഴ്സ് ഉണ്ട്, എന്നാൽ ഇവരാരും ശമ്പളം മേടിക്കുന്നവരല്ല. വിശ്വാസത്താൽ ജീവിക്കുന്ന സുവിശേഷന്മാരും വിശ്വാസത്താൽ ജീവിക്കുന്ന മൂപ്പന്മാരാണ്. ഇപ്പൊ ഇവിടെയുള്ള മൂപ്പന്മാരാരും ശമ്പളം മേടിക്കുന്നില്ല. അതിന്റെ ആവശ്യം മിക്കവാറും എല്ലാവരും ജോലി ചെയ്യുന്നവരാണ്. എന്നാൽ നമ്മുടെ നാട്ടില് പണ്ട് കാലത്തൊക്കെ അനേക മൂപ്പന്മാർ, സഭാ മൂപ്പന്മാർ ഫുൾ ടൈം ഇതിനു വേണ്ടി മാത്രം ചെലവഴിച്ചവരുണ്ട്. അവർ പോലും ശമ്പളം വാങ്ങിച്ചിരുന്നില്ല. വിശ്വാസത്താലായിരുന്നു അവരുടെ ജീവിതം. അതിന്റെ അർത്ഥം നാം അവർക്കൊന്നും കൊടുക്കരുതെന്നല്ല. വിശ്വാസികളുടെ ഉത്തരവാദിത്തമാണ് അവരെ സംരക്ഷിക്കുക, അവരെ പോറ്റി പുലർത്തുക എന്നുള്ളത് അതത് സഭകളിലെ വിശ്വാസികളുടെ ഉത്തരവാദിത്തമാണ്. ആ നിലയിൽ ദൈവം അവരെ സഹായിക്കുകയും അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോവുകയും ചെയ്യും. പിന്നെ there is an open time of worship, അതായത് സഭയിലെ ആരാധനയ്ക്ക് തുറന്ന ഒരു സമയമാണ്. അതിനകത്ത് റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല. ചെറിയൊരു ക്രമം നാം വെച്ചിട്ടുണ്ട് എന്നല്ലാതെ ഇന്ന പാട്ടേ പാടാവുള്ളൂ, ഇന്ന ഇത്രാമത്തെ നമ്പറിലുള്ള പാട്ട് തന്നെ പാടണം, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളല്ല നാം ചെയ്യുന്നത്. ദൈവാത്മാവ് പ്രേരിപ്പിക്കുന്ന അനുസരിച്ച് ഉചിതമായ ശുശ്രൂഷകളാണ് നാം ചെയ്യേണ്ടത്. അതിന് ആർക്കും റെസ്ട്രിക്ഷൻ ഇല്ല. രക്ഷിക്കപ്പെട്ട സ്ഥാനപ്പെട്ട് ദൈവസഭയുടെ അംഗമായിരിക്കുന്ന ഏത് സഹോദരന്മാർക്കും അങ്ങനെയുള്ള ശുശ്രൂഷകൾ ചെയ്യാവുന്നതാണ്. അതാണ് നമ്മുടെ മറ്റൊരു പ്രത്യേകത. മറ്റു പല സഭകളിലും ആ ഒരു ഫ്രീഡം ഇല്ല. പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത്, സഹോദരന്മാരുടെ ശുശ്രൂഷയായിട്ട് അവരുടെ തല കവർ ചെയ്യണം എന്ന് ബൈബിൾ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് ദൈവത്തോടുള്ള അനുസരണം, അതായത് സഭ ദൈവത്തിന് കീഴ്പ്പെട്ട് ക്രിസ്തുവിന് കീഴ്പ്പെട്ടിരിക്കുന്നു എന്നുള്ളതിന്റെ തെളിവായിട്ട് അവർ ചെയ്യുന്ന ഒരു വലിയ ശുശ്രൂഷയാണ്. അതുകൊണ്ട് ആ കാര്യത്തിൽ നമ്മുടെ സഹോദരിമാർ വളരെ സ്ട്രിക്റ്റ് ആണെന്ന് നമുക്കറിയാം. ആരും അതിനെ ഉദാസീനമായിട്ട് വിചാരിക്കല്ല. നമുക്ക് അങ്ങനെ അല്പം കവർ ചെയ്താൽ മതി എന്നുള്ള, അല്ലെങ്കിൽ കവർ ചെയ്യുന്നില്ലെങ്കിൽ കുഴപ്പമില്ല എന്നുള്ള ഒരു ചിന്ത ഒരിക്കലും വരരുത്. അത് നമ്മുടെ ബൈബിൾ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്ന ഒരു ഉപദേശമാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് വ്യക്തമായിട്ട് നമുക്ക് പറഞ്ഞിരിക്കുന്നത്. അതുകൂടാതെ നമുക്ക് 2 ഓർഡിനേഷൻ മാത്രമേ ഉള്ളൂ. ഒന്ന് സ്നാനവും മറ്റൊന്ന് കർത്താവിൻ്റെ മേശ. ഇത് രണ്ടും നാം ഫിസിക്കലായിട്ട് ചെയ്യുന്ന 2 കൽപ്പനകളാണ്. മറ്റു കാര്യങ്ങളെല്ലാം, നമ്മുടെ ആരാധനയിലെ മറ്റു കാര്യങ്ങളെല്ലാം ആത്മീയമാണ്. നമ്മൾ മനസ്സുകൊണ്ടും നമ്മുടെ ബുദ്ധി കൊണ്ടും ചെയ്യുന്നതാണെങ്കിലും ഫിസിക്കലായിട്ട് ചെയ്യുന്ന 2 കാര്യങ്ങളാണ് ഇത് 2. മറ്റു ചില സഭകൾക്ക് അത് 3 ഉണ്ട്. കാൽ കഴുകൽ ശുശ്രൂഷ എന്നൊരു കാര്യം ചില സഭകളുണ്ട്. അത് ഒരു ഓർഡിനേഷനായിട്ട് നാം അംഗീകരിക്കുന്നുണ്ട്. ഓക്കെ സാർ, ഞാൻ നമ്മുടെ സമയം പോയതുകൊണ്ട് ഞാൻ അവസാനത്തെ ചോദ്യത്തിലേക്ക് ഞാൻ കിടക്കുകയാണ്. ഇത്രയും നേരം ഞങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് സഭയിൽ എങ്ങനെയാണ്, അല്ലെങ്കിൽ ഒരു സഭ തിരഞ്ഞെടുക്കേണ്ടത്, ആ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലാകുന്ന രീതി വളരെ വ്യക്തമാക്കി തന്നു. ഉടനെ ഞാൻ ചോദിക്കട്ടെ, ഏകദേശം ഒരു 1/2 നൂറ്റാണ്ടിന് അധികമായി അച്ഛൻ കർത്താവിനെ അറിഞ്ഞ് ഒരു സഭയിൽ കർത്താവിനെ ആരാധിച്ചു പോയിരുന്നു. അപ്പൊ അച്ഛന് ഈ സഭയിൽ, അല്ലെങ്കിൽ അച്ഛൻ്റെ ഒരു അഭിപ്രായം എന്താണ്, അല്ലെങ്കിൽ ഞങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന ഒരു ടേക്ക് അവേ മെസ്സേജ് എന്താണ്? ഞാൻ എൻ്റെ അഭിപ്രായം പറയുന്നതിന് മുമ്പായിട്ട്, നമ്മുടെ ഇടയിൽ വളരെ പ്രസിദ്ധനായ ഒരു വേദപണ്ഡിതനുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പേര് F.F. ബ്രൂസ് എന്നാണ്. അദ്ദേഹം അനേക കമന്ററികൾ എഴുതുകയും ആ കമന്ററികളൊക്കെ മറ്റ് സഭക്കാരും, പ്രത്യേകിച്ച് ബാപ്റ്റിസ്റ്റുകാര്, CSIക്കാർ അങ്ങനെയുള്ളവരൊക്കെ അത് വാങ്ങിച്ച് വായിക്കുകയും ചെയ്യുന്ന. ഒരിക്കലും അദ്ദേഹത്തോട് ഒരാൾ ചോദിച്ചു, താങ്കൾ എന്തുകൊണ്ടാണ് ഇത്രയധികം വലിയ വൈഡ്ലി ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള പുസ്തകങ്ങളൊക്കെ എഴുതിയിട്ടും എന്തുകൊണ്ട് ബ്രദറിൻ അസംബ്ലിയിൽ തുടരുന്നു എന്ന് ചോദിച്ചു. അദ്ദേഹം അതിന് പറഞ്ഞ മറുപടി ഇങ്ങനെയായിരുന്നു: നിങ്ങൾ ആ സഭയെ അറിഞ്ഞിരുന്നുവെങ്കിൽ ആ ചോദ്യം എന്നോട് ചോദിക്കുകയില്ലായിരുന്നു. അപ്പൊ നമുക്ക് ഈ ഇത്ര വലിയ മഹത്തായ കാര്യം നാം ബ്രദറിൻ അസംബ്ലിയെ പറ്റി പറയുമ്പോൾ തന്നെ നമുക്ക് ആ സഭയെ പറ്റി നാം നന്നായി അറിഞ്ഞിരിക്കണം. എന്തുകൊണ്ടാണ് അത് നല്ലതാണെന്ന് നാം പറയുന്നത്? എന്തുകൊണ്ടാണ്? തീർച്ചയായിട്ടും നാം ബൈബിൾ വായിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ സഭയിലേക്ക് നാം പോവുകയുള്ളൂ. ബൈബിളിനെ പൂർണ്ണമായിട്ട് അനുസരിക്കാൻ താല്പര്യമുള്ള ഏതൊരു വ്യക്തിയും രക്ഷിക്കപ്പെട്ട് മുന്നോട്ട് വന്നാൽ അദ്ദേഹം അത് പഠിച്ച് മുന്നോട്ട് വരുമ്പോൾ തീർച്ചയായിട്ടും അവസാനം ഒരു ബ്രദറിൻ അസംബ്ലിയിൽ തന്നെ ചെന്ന് നിൽക്കും. അതാണ് ബ്രദറിൻ അസംബ്ലിയുടെ പ്രത്യേകത. ഞാൻ കഴിഞ്ഞ അനേക വർഷങ്ങളായിട്ട് കാണുന്നത്. നമുക്ക് ഞാൻ എപ്പോഴും ഓർക്കുന്ന ഒരു കാര്യമുണ്ട്. നമ്മുടെ നാട്ടിൽ, നമ്മെല്ലാം കേരളത്തിൽ നിന്ന് വന്നവരാണ്. നമുക്ക് നമ്മുടെ വീടുകളിൽ കിണറുകളുണ്ട്, ശുദ്ധജലം ലഭിക്കുന്ന കിണർ. ഞങ്ങളുടെ വീട്ടിലും കിണറുണ്ട്. തൊട്ട് പടിക്കെ കൂടെ തന്നെ മുനിസിപ്പാലിറ്റിയുടെ വെള്ളവും പോകുന്നുണ്ട്. എന്നാൽ ഒരിക്കലും ഞാൻ ഇതുവരെ ആ കണക്ഷൻ എടുത്തിട്ടില്ല. എന്ന് വെച്ചാൽ മുനിസിപ്പാലിറ്റി വെള്ളം എവിടെ നിന്നാണ് വരുന്നതെന്നും അത് പോകുന്ന പൈപ്പിന്റെ നിലവാരം എന്താണെന്ന് എനിക്കറിയാം.
അതുകൊണ്ട് ഒരിക്കലും ഞാൻ ആ വെള്ളത്തിൽ ആശ്രയിക്കില്ല, എൻ്റെ കിണറ്റിൽ തന്നെ കോരി കുടിക്കാനാണ് ശ്രമിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ കയ്യിൽ ശുദ്ധമായ വചനം എൻ്റെ പ്രിൻസിപ്പിൾസ് ഉള്ളപ്പോൾ മറ്റു സഭകളിലേക്ക് നാം ചില പ്രത്യേക കാര്യങ്ങൾ നമ്മുടെ കണ്ണിൻ്റെ കാഴ്ചയ്ക്കുമ്പമോ അല്ലെങ്കിൽ ചെവിക്ക് പിന്നെ ഇമ്പമായിട്ട് ഉള്ള കാര്യങ്ങൾ കേട്ട് അതിൻ്റെ പുറകെ നാം ഒരിക്കലും പോകരുത്. നമ്മുടെ സഭ ഏറ്റവും നല്ല ഉപദേശം പഠിപ്പിക്കുന്ന സഭയാണ്. അതിന് നാം ഇത് പഠിക്കുക എന്നുള്ളതാണ്. അല്ലാതെ പഠിച്ചാൽ മാത്രമേ മനസ്സിലാകുകയുള്ളൂ. 100% ഒന്നും പഠിക്കാൻ നമുക്ക് ആർക്കും സാധിക്കില്ല. ഒരു മനുഷ്യൻ പോലും അങ്ങനെ തികവുള്ളവനായിട്ട് തീർന്നിട്ടില്ല. KV സൈമൺ സാറിന്റെ കാര്യം എല്ലാവർക്കും അറിയാമല്ലോ. അദ്ദേഹം പറഞ്ഞത്, ഞാൻ ഈ സമുദ്രമാകുന്ന വേദത്തിന്റെ സൈഡിൽ കൂടി ഒരു ചെറിയ വള്ളത്തിൽ യാത്ര ചെയ്തു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതുകൊണ്ട് നമുക്കാർക്കും അതിന്റെ 7 ഇലക്കത്ത് പോലും നമുക്കാർക്കും ചെല്ലാനൊക്കത്തില്ല. പക്ഷേ ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കിയിട്ട് ദൈവം തരും. അതുകൊണ്ട് അത് പഠിക്കണം, പഠിച്ച് വേണം മുന്നോട്ട് പോകാൻ. പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും നാം എത്രമാത്രം ശരിയായ കാര്യങ്ങളാണ് ചെയ്യുന്നത് എന്നുള്ളത്. അതുകൊണ്ട് എല്ലാ പ്രിയപ്പെട്ടവരും ആ കാര്യത്തിൽ ഉത്സാഹിക്കണം. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ എംമൗസിന്റെ കോഴ്സുകളുണ്ട്. അത് വളരെ വ്യക്തമായിട്ട് വചനം പഠിപ്പിക്കുന്ന കോഴ്സാണ്. അത് വായിച്ച് മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്യണം. ദൈവനാമം മാത്രപ്പെടുക. താങ്ക് യു. ഇത്രയും നേരം കോഴ്സ് അനുഭവിച്ചതിൽ നന്ദി.